അപ്പോൾ ഏപ്രിലോ മെയിലോ ആയിരിക്കും മാമോദിസം നടത്തിയിട്ടുണ്ടാവുക. അതിപ്പോ സീതയുടെ കുഞ്ഞിനെ തേടി നകുലന്റെ അന്വേഷണം തുടരുന്നു. കുട്ടിമണിക്ക് ബുദ്ധി വളരുന്നുണ്ടെന്ന് ശീലാവതി ജലജയെ ഓർമ്മിപ്പിക്കുന്നു. മതികലയോട് സഹതാപം തോന്നുന്ന രവി മുറിക്കകത്ത് കയറാൻ അനുവദിക്കുന്നു. മതികല അകത്ത് കയറുന്നത് സുഭദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ബാലൻ കുട്ടിമണിയെ അന്വേഷിക്കുന്നു. മതികലയെ സുഭദ്ര ഉപദ്രവിക്കുന്നതിൽ സീതയ്ക്ക് അതൃപ്തി. തുടർന്ന് കാണുക. മതി, പറ. ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും അമ്മ വീണ്ടും വിളിച്ചു അല്ലേ? വിളിച്ചു. നിവൃത്തികേടുകൊണ്ടാ വിളിച്ചത്. നീ ഇവിടെ വിട്ടിട്ട് പോയ ആ കുട്ടി പിശാച് എന്നെയും കൊന്ന് ഈ വീടിന്റെ അസ്ഥിവാരം തോണ്ടുന്ന ലക്ഷണമാ കാണുന്നത്. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ കരുണക്കുറ്റി പുകച്ചൊറൊന്ന് ഇട്ടു കൊടുക്കണം. അതോടെ തീരും അഹങ്കാരം. നിനക്കത് പറയാം. ഞാൻ ഒന്നടിച്ചാലേ അവൾ തിരിച്ച് 10 എനിക്കിട്ട് തരും. എടി, അവള് പഴയതുപോലൊന്നുമല്ല, ആകെ മാറി. എങ്ങനെ മാറിയെന്ന്? പഴയ പൊട്ടത്തര ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പൊട്ടത്തര അഭിനയിച്ചുകൊണ്ട് അവൾ എനിക്കിട്ട് വേല വെക്കാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാ അവൾ ഇപ്പൊ പുറത്തു പോണോന്ന് പറഞ്ഞ് ബഹളം വെക്കുക. പുറത്തു പോണോന്നോ? എന്തിന്? അല്ല, ഇടയ്ക്ക് അവൾ ഇവിടുന്ന് തനിയെ പുറത്ത് ചാടിപ്പോയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതുപോലെ പോയിട്ട് തിരിച്ചു വരണോന്ന് അവളിപ്പോ പറയുന്നത്. നമുക്കങ്ങനെ വിടാൻ പറ്റുമോ? വിടരുത്, വിടരുത്. ഒരു കാരണവശാലും അവളെ പുറത്തു വിടരുത്. ഇല്ല, വിടില്ല. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് നിന്റെ വയലോരം വീട്ടിലെ ജീവിതം? കഷ്ടപ്പാടമ്മേ. അപ്പച്ചമ്മ എന്നെ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിക്കുക. മിക്കവാറും ഞാൻ അവർക്ക് വിഷം കലക്കി കൊടുക്കും. തൽക്കാലം നീ അബദ്ധമൊന്നും കാണിക്കരുതേ. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. വയലോരം വീട്ടിലെ ആരേലും ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്താൽ പോലും അവര് പറയും നീ കൊന്നതാണെന്ന്. അത് മറക്കണ്ട. അറിയാം. ഇനിയിപ്പോ ചോര വീഴ്ത്തിയുള്ള യുദ്ധം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതുമാണല്ലോ. നോക്കാം എന്താ സംഭവിക്കുന്നെന്ന്. പിന്നെ മോളെ, നീ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീരമണി വക്കീൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ നമ്പർ കണ്ട് തിരിച്ചു വിളിച്ചായിരുന്നു അമ്മ. വക്കീല് പറഞ്ഞു പുതിയ വിശേഷം. മാണിക്യമംഗലത്ത് പ്രവേശിക്കുന്നതിന് മഹാദേവൻ തമ്പിക്ക് സ്റ്റേ. കോർട്ട് ഓർഡർ ഇന്നലെ തന്നെ പ്രത്യേക ദൂതം വശം എത്തിച്ചു കൊടുത്തു. തൽക്കാലം അയാൾ ഇനി അവിടെ കാല് കുത്തില്ല അല്ലേ? അതെ, നിയമത്തെ പേടിയുള്ളതുകൊണ്ട് ഗേറ്റിന് പുറത്തു വന്നേ അഭ്യാസം കാണിക്കും. വീടിന് വെളിയിലേക്ക് ഇറങ്ങണ്ടെന്ന് വെച്ചാ നമുക്ക് ആ അഭ്യാസം കാണേണ്ടിയും വരില്ലല്ലോ. എങ്കിൽ ശരിയമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ശരി മോളെ. കോൾ മെമ്മറി ഡിലീറ്റ് ചെയ്തേക്കാം.
അഥവാ ഫോൺ ആരെങ്കിലും കണ്ടാലോ? വിളിക്കുന്നത് ആരെയാണെന്ന് അറിയണ്ട. നിങ്ങൾ ഈ പറഞ്ഞ കാലയളവിൽ 7 കുഞ്ഞുങ്ങളുടെ ജ്ഞാനസ്നാനം ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ 4 എണ്ണം ആൺകുഞ്ഞുങ്ങളാ. പക്ഷെ ഈ കുടുംബങ്ങളെല്ലാം എനിക്ക് അടുത്തറിയാവുന്നവരാ. ഈ കുടുംബക്കാരൊന്നും ദത്തെടുത്ത കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയതായി കാണുന്നില്ല. അച്ചോ, ദത്തെടുത്തതാണെന്ന് അറിയിക്കാതാരെങ്കിലും? അതാ ഞാൻ പറഞ്ഞത്. ഈ 4 കുടുംബങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം. അവർക്ക് ആർക്കും അഡോപ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. മാത്രമല്ല, അവർ ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒന്നും പോകത്തുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി വിഷമിക്കണ്ട. പ്രതീക്ഷ കൈവിടുകയും വേണ്ട. എല്ലാറ്റിനും കർത്താവ് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും. ഞാനും പരിശ്രമിക്കാം. അച്ചോ, ഒന്ന് സഹായിക്കണം. എങ്ങനെയാ കുഞ്ഞിനൊന്ന് സംഘടിപ്പിച്ചു തരണം. അല്ലാതെ എനിക്ക് ഒരു രക്ഷയില്ല അച്ചോ. സംഘടിപ്പിക്കാനോ? ഇതെന്താ കടയിൽ വെച്ചിരിക്കുന്ന സാധനം? മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ മറ്റേ ചെവിയും കൂടെ ഞാൻ പൊന്നാക്കും. പുണ്യാളന്റെ പേരുമിട്ട് സാത്താന്റെ മനസ്സുമായിട്ട് തിരുസന്നിധി വന്ന് നിൽക്കുന്നു. വിഷമിക്കണ്ട. എന്തായാലും ഞാൻ ആ ഫാദർ പോളിനെ കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ കുര്യാക്കോസ് അച്ചോ. ആ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തുണ്ട് വിശേഷം? പോളച്ചനിപ്പോ എവിടെയാ? ആ, ഞാനേ നമ്മുടെ കുഞ്ഞൂഞ്ഞിന്റെ വീട്ടില്. ആ, നമ്മുടെ ഇട്ടൂട്ടിലെ കുഞ്ഞൂഞ്ഞേ, അവന്റെ വീട്ടിലേക്കൊന്ന് പോവാ. അവനെ ഒന്ന് കർത്താവിന്റെ വഴിക്ക് നടത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ കുടി ഇതുവരെ നിർത്തിയില്ലേ? ഓ, കുടിച്ചു കുടിച്ചേ അവന്റെ കരളും കുമ്പൊക്കെ ബാക്കിയുണ്ടോന്നറിയില്ല. എന്തായാലും ഒരു അവസാന ശ്രമം കൂടെ നടത്തിക്കളയാം. വെള്ളം അടിച്ച് ഭാര്യയെ തല്ലുന്ന അവനോടെ ഒരു ദാക്ഷിണ്യവും വേണ്ട. അവന്റെ ചെവി പിടിച്ച് പൊന്നാക്കുക വേണ്ടത്. പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. എന്നാ? നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു കുഞ്ഞിനെ കുറിച്ച് തിരക്കാനാ. അച്ഛൻ കുറച്ച് മെനക്കെടേണ്ടി വരും. അതല്ലേ അച്ചോ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അല്ല, കുഞ്ഞിനെ പറ്റി എന്തോ അറിയാനാ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ആ. ആദ്യം പോളച്ചൻ നമ്മുടെ സഭയുടെ കീഴിലുള്ള പള്ളികളിൽ അഡോപ്റ്റ് ചെയ്ത വല്ല കുഞ്ഞുങ്ങളെയും ജ്ഞാനസ്നാനം ചെയ്തതായിട്ട് അറിയാമോ? ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനം ചെയ്യിക്കാറുണ്ടല്ലോ. അഡോപ്ഷൻ ലീഗൽ അല്ലെങ്കിലോ? ലീഗൽ അല്ലെങ്കിൽ നടത്തില്ലെന്ന് അച്ഛനെ അറിയത്തില്ലയോ? ചില ബിരുദന്മാർ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് കള്ളരേഖയുണ്ടാക്കി പള്ളിയും പട്ടക്കാരെയും പറ്റിച്ചതാണെങ്കിലും. അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ സമയം വേണം. എന്തായാലും അച്ഛൻ അവിടുത്തെ കാര്യം കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് ഇറങ്ങി. ഓ ശരി അച്ചോ, ഞാനങ്ങോട്ട് എത്തിക്കൊള്ളാം. ഓ ശരി, ആയിക്കോട്ടെ. പിന്നെ പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടുന്നയാളാ ഫാദർ പോൾ സെബാസ്റ്റ്യൻ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. കുറച്ച് സമയമെടുത്താലും അച്ഛനൊരു വഴി കണ്ടുപിടിക്കും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഫാദർ ഞാൻ തന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളും ഞങ്ങളുടെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. കർത്താവ് കൂടെ ഉണ്ടാവും. എന്നാ ശരി അച്ചോ, ഞങ്ങൾ ശരി ശരി അച്ചോ. ശരി അച്ചോ. എന്റെ പൊന്നു നകുല, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? മറ്റേ അച്ഛൻ എങ്ങനെയെങ്കിലും കൊച്ചിനെ തപ്പിയെടുത്ത് തരും. നമുക്ക് നാട്ടിലേക്ക് പോവാം. അച്ഛന്റെ ഫോൺ വരുമ്പോ തിരികെ വന്നാ പോരെ. ധൃതി വെച്ച് പോയിട്ട് എന്തിനാ? കുട്ടികളെ തട്ടിയെടുക്കാനും കിഡ്നി കച്ചവടം നടത്താനും വേണ്ടിയില്ല താൻ പോകുന്നത്. താൻ ആ നാട്ടിലില്ലെങ്കിൽ അവിടെ അത്തരം പ്രശ്നങ്ങൾ തീർന്നിരിക്കും. വിശ്വസിക്കാൻ പറ്റാത്ത ഇനവാ. ഉറങ്ങിക്കിടക്കുമ്പോ നമ്മുടെ അവയവങ്ങൾ പോലും ഇയാൾ മുറിച്ചെടുത്ത് വിൽക്കും. ഏയ്, അതുകൊണ്ടല്ല രാത്രി ഞാൻ കിടക്കുമ്പോൾ ഇയാളുടെ കൈയും കാലും കെട്ടിയിട്ട് കിടക്കുന്നത്.
ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കും. ഞാൻ പഴയ പരിപാടിയൊക്കെ നിർത്തി. ഇനി വല്ല കാലിക്കച്ചോടോ കൊലക്കച്ചോടോ നടത്തി ഞാൻ ജീവിച്ചോളാം. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ താൻ കാലിയും കൊലയും ഒന്നും കച്ചവടം ചെയ്യാൻ പോകുന്നില്ല. പകരം തന്റെ കൈയും കാലും ഉടലും മുറിച്ചെടുത്ത് വല്ല പട്ടിക്കും പരുന്തിനും കൊടുക്കും ഞാൻ. ആ കൊച്ചിനെ കിട്ടിയാലോ? കിട്ടിയാൽ തനിക്ക് ഞാനൊരു പട്ടും വളയും തരും. എന്തൊക്കെയായാലും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സീതയും ബാലനും തമ്മിൽ തെറ്റിയത്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന കൂടെ ഇറങ്ങി വരാമെന്ന് സീത സമ്മതിച്ചത്. ആ കുഞ്ഞിലൂടെ സീത എനിക്ക് സ്വന്തമാക്കാൻ അവസരമൊരുക്കിയ ആൾക്ക് ഞാനൊരു പട്ടും വളയെങ്കിലും കൊടുക്കണ്ടേ ചന്തു? ആഹാ, ഇത്രയോ ഉപകാരം ചെയ്ത് എന്നെയാണോ നിങ്ങളിട്ട് പീഡിപ്പിക്കുന്നത്? താൻ ചെയ്ത അപരാധ ഉപകാരമാകണമെങ്കിൽ കുഞ്ഞെന്റെ കയ്യിലെത്തണം. എത്തിയാൽ മാത്രമേ താൻ സേഫ് ആവൂ ഗീവർഗീസേ. അതുവരെ എന്റെ അടിമയാ താൻ, മറക്കണ്ട. ഈ കൈയും കാലും കെട്ടിയിടുന്ന പരിപാടിയെങ്കിലും ഒന്ന് നിർത്ത്. കെട്ടിയിടാതിരിക്കാനോ? തുടങ്ങി വെച്ച പരിപാടികളൊക്കെ ഇപ്പൊ തൽക്കാലം നിർത്താൻ ഉദ്ദേശമില്ല. താൻ കയറി വാ, കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും. മഴയൊന്നും ഇല്ലല്ലോ ഒന്ന്. പിന്നെ എന്തിനാ ഇവൾ ഇവിടെ വന്നെടുക്കുന്നത്? ജോലി ചെയ്ത് ക്ഷീണിച്ചു കിടക്കായിരിക്കും. ഉണർത്തണ്ട. കിടക്കാം. നടന്ന് നടന്ന് കാലിന് നീരായിപ്പോയി. എന്തൊരു വേദന. എടി സുഭദ്രേ, എത്ര നേരായി ഇവളെ വിളിക്കാൻ തുടങ്ങിയിട്ട്? യോ, കിടന്ന് തൊള്ള തുറക്കണ്ട, ഞാനിതാ എത്തി. എന്താ? ഇങ്ങ് വാ, ഇങ്ങ് വാ. എന്താ? ഇവിടെ ഇരിക്കെ. ഇരുന്ന്. ഇനി എന്താ? ആശുപത്രിയിൽ ഇതുവരെ നടന്നതുകൊണ്ടാണ് കാലിന് ഭയങ്കര വേദന. നീ ആ കൊട്ടൻ ചുക്കാതി ഒന്ന് ചൂടാക്കി. പിന്നെ കൊട്ടൻ ചുക്കാതെ ചൂടാക്കി. ഈ വേദന ആശുപത്രിയിൽ ഇതുവരെ നടന്നതിന്റെ ഒന്നുമല്ല, ജീവിതകാലം മുഴുവനും നടപ്പല്ലായിരുന്നോ? നല്ല പ്രായത്തിൽ കാണിക്കുന്ന ഓരോന്നിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുന്നതേ പ്രായമാകുമ്പോഴാ. ഓ, സമ്മതിച്ചു. നിന്നോട് തർക്കത്തിന് ഞാനില്ല. നീ ഇത്തിരി എണ്ണ ചൂടാക്കി കൊണ്ടുവാ. മനസ്സില്ല. എണ്ണ ഇല്ലാതെ തന്നെത്താൻ അങ്ങ് തിരുമിയാ മതി. അല്ല പിന്നെ. ഓ, വന്ന് വന്ന് സുഭദ്രയ്ക്ക് തീരെ സ്നേഹമില്ലാതായോ? ഓ, എന്റെ കാലേ, എന്റെ കാലേ. ഓ, അപ്പച്ചപ്പന് വേണ്ടിയിട്ട് എണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. കാലിങ്ങോട്ട് വെച്ച്. അപ്പച്ചപ്പൻ കാല് വേദനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതാ ഞാൻ എണ്ണ ചൂടാക്കിയത്. വലിയ കാര്യമായി മോളെ. ഇങ്ങനെ തിരുമ്പി തരാൻ എനിക്ക് ഏതായാലും ഒരെണ്ണ ഇല്ലല്ലോ. നിനക്ക് ഇതൊക്കെ അറിയാമായിരുന്നു അല്ലേ? സാഹചര്യം വരുമ്പോ ഓരോന്ന് പഠിച്ചു പോകുന്നല്ലേ അപ്പച്ചപ്പ. ജയിലിലെ വാർഡന്മാര് തടവുകാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു.
ഒരു കാര്യമില്ലാതെ അവര് തല്ലി ചതയ്ക്കും. അത് കഴിയുമ്പോ അവർക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് കുഴമ്പ് തന്നിട്ട് തിരുമ്മി കൊടുക്കാൻ പറയും. ഇത്തിരി ഒന്ന് തെറ്റിയ വീണ്ടും തല്ലും. നിന്നോട് ആരാടി പറഞ്ഞത് അപ്പച്ചപ്പന്റെ കാല് തിരുമാൻ? വേദന എടുത്തിരിക്കണെന്ന് കരുതി ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയതാ. നീ അപ്പൊ അടുക്കളയിലും കേറിയോ? ഇല്ല, ഞാൻ പുറത്ത് അടുപ്പ് കൂട്ടി ചൂടാക്കിയത്. പുറത്ത് തീയിട്ട് അതങ്ങാനും പടർന്നു പിടിച്ചാൽ ആര് സമാധാനം പറയും? നീ അങ്ങോട്ട് മാറ്. അപ്പച്ചപ്പന്റെ കാല് തിരുമ്മി കൊടുക്കാനേ ഞാനുണ്ട്. മാറ്. എണീറ്റ് അങ്ങോട്ട് മാറിപ്പോടി. പോടി. എന്തിനാ എവളെ കൊണ്ട് തിരുമിപ്പിച്ചത്? കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റത്തില്ലെന്ന് അറിയത്തില്ലേ? പോട്ടെ സുഭദ്ര. എന്തോന്ന് പോട്ടേന്ന്? എടി ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാ. നീ ആ എണ്ണ ഒന്നിങ്ങോട്ട് കാണിച്ചേ. ഇത് പോരാ. അതെ, നീ കൂട്ടിയ അടുപ്പിൽ കുറെ കൂടെ എണ്ണ ചൂടാക്കണം. മതി സുഭദ്രേ, എനിക്ക് വേദനയ്ക്ക് ആശ്വാസമുണ്ട്. എണ്ണ ചൂടാക്കുന്നതേ നിങ്ങൾക്കല്ല, എനിക്കാ. എന്റെ കാല് മാത്രമല്ല, എന്റെ നടുവും പുറവും ഒക്കെ എവിടെ തിരുമ്മിത്ത. പോ ചെല്ല്, പോടി. അഹങ്കാരി. ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ, 2 ദിവസം കൊണ്ട് അവള് രവിയുടെ മുറിയിലാ ഉറങ്ങുന്നത്. അതിനെന്താ, ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യ കിടക്കേണ്ടത്? ഒരു ഭർത്താവും ഭാര്യ ചുമ്മാതല്ല നിങ്ങൾക്ക് കാലുവേദനയും വാദമൊക്കെ വരുന്നത്. ചിലതൊക്കെ നടക്കാതിരിക്കണമെങ്കിൽ അവൾ ഇവിടെ തന്നെ വേണം. വല്യണ്ണ, എടീ വനജേ, നീ അറിഞ്ഞോ? വയലോരം വീട്ടിൽ ഇപ്പൊ നടക്കുന്നതേ മനം മാറി എത്തിയ മരുമക്കളുടെ സംഗമമാ. വല്യണ്ണൻ എന്താ ഈ പറയുന്നേ? മതികല ഗേറ്റിന്റെ മുന്നിൽ സത്യാഗ്രഹം വരുന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ഞാൻ വിചാരിച്ച പോലെ അവൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, നിന്റെ മോളെപ്പോലെ മനസ്സു മാറി തിരിച്ചു ചെന്നതാണെന്ന്. അല്ല, എല്ലാരും നന്മ നിറഞ്ഞ മനസ്സുമായി തിരിച്ചു ചെല്ലാൻ അവിടെ എന്താടി വല്ല കഞ്ഞി വീഴ്ത്ത് നടത്തുന്നുണ്ടോ? മതികല മനസ്സു മാറി തിരിച്ചു വന്നെങ്കിൽ അത് നല്ലതല്ലേ വല്യണ്ണ? ഇനിയെങ്കിലും അവര് സമാധാനമായിട്ട് ജീവിക്കട്ടെ. ഞാൻ പറയുന്നതൊന്ന്, നീ കേൾക്കുന്നത് വേറൊന്ന്. എടി, കൊച്ചിനെ കണ്ടിട്ടാ നിന്റെ മോൾ ഇവിടുന്ന് ഒരുമ്പെട്ട് ഇറങ്ങിപ്പോയത്. പക്ഷെ മതികലയോ, എന്ത് കണ്ടിട്ടാ പിന്നെ ഞാൻ നരകത്തിലോട്ട് കുടിവെച്ചത്? ചെയ്തതൊക്കെ തെറ്റാണെന്ന് അവക്ക് തോന്നിക്കാണും. ഒലക്ക, ചെയ്തത് തെറ്റാണെന്ന് തോന്നിയപ്പോലും അവളെപ്പോലെ ഒരുത്തി തിരിച്ചു വരില്ല. ഒരു വേലക്കാരിയെപ്പോലെ പണിയെടുത്ത് ആ അപ്പച്ചിത്തള്ളയുടെ പള്ളും സഹിച്ച് അവിടെ കഴിയണമെങ്കിലേ തക്കതായ കാരണം കാണും. ഇങ്ങനെ എല്ലാരെയും മഞ്ഞ കണ്ണാടി കൂടെ നോക്കാൻ തുടങ്ങിയാലേ എല്ലാം മഞ്ഞയായിട്ടേ തോന്നുള്ളൂ വല്യണ്ണന്. ആരാടി മഞ്ഞ കണ്ണാടി കൂടെ നോക്കുന്നത്? ഞാനോ? നീയും നിന്റെ മോളും ആ കണ്ണാടി വെച്ചിരിക്കുന്നത്. ആ കണ്ണാടി കൂടെ നോക്കിയാൽ ഏത് പരട്ടെ കണ്ടാലും മഹാന്മാരാണെന്ന് തോന്നും. അതാ ഇവിടെ നടന്നത്. അങ്ങനെ വയലോരം വീട്ടിലെ സകലവരും ഇപ്പൊ പുണ്യാളന്മാരായത്. ഒരു കാര്യം ചെയ്, നീയും നിന്റെ മോളും കൂടെ ഒരു അമ്പലം പണി, എന്നിട്ട് വയലോരത്തമ്മമാരെയും വയലോരത്തപ്പന്മാരെയും അതിനകത്ത് പ്രതിഷ്ഠിക്കും. ഞാനും എൻ്റെ കുടുംബവും കൂടെ വന്ന് തൊഴുതുകൊണ്ട് നിൽക്കാം. നിങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചു വരാനും മാത്രമായോ? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ശരി. നീ എന്തിനാണ് ഓട്ടോ പിടിച്ചു വന്നത്? നിന്റെ അപ്പ സമ്പാദിച്ചു വെച്ച മുതൽ കയ്യിലിരിക്കുന്നു. അല്ല, എന്താ വരവിൻ്റെ ഉദ്ദേശം? എനിക്ക് നാത്തൂനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. സംസാരിക്ക്. പക്ഷെ അത്രയും നേരം ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലേലും നിങ്ങൾക്ക് എന്റെയും മക്കളുടെയും കാര്യത്തിന് കാശ് മുടക്കാൻ വലിയ ബുദ്ധിമുട്ടാ.
എന്റെ സ്ഥാനത്ത് ഇപ്പൊ പെങ്ങളായിരുന്നെങ്കിലേ ഓട്ടോയല്ല കാറ് പിടിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. എടി എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമോ? ഞാൻ ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടിട്ട് വരാൻ വേണ്ടി നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർക്കും. അകത്തേക്ക് ഇരിക്കാം. ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനും വന്നതൊന്നും അല്ല ഞാൻ. നിങ്ങളോടുള്ള ഒടുക്കത്തെ സ്നേഹം കാരണം എനിക്കിപ്പോ ഭർത്താവ് ഉണ്ടോ എന്ന് പോലും സംശയം. ഏതു നേരവും പെങ്ങളെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളുമല്ലേ. എന്റെ മോൻ ചക്രം തിരിച്ചു കിട്ടുന്നത് കൊണ്ടാണ് ഞാനും എന്റെ മോളും ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവന്റെ ജീവിതവും നശിപ്പിച്ചു. ഇങ്ങനെയൊന്നും പറയരുത്. നകുലിന് എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാ. അവന്റെ ജീവിതത്തില് ഞാനായിട്ട് ഒരു ദോഷവും വരുത്തില്ല. എന്നിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മോളെക്കാട്ട് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ അവനെ ചതിച്ചത്? ഒരിക്കലും ഇല്ല. എന്റെ മോള് നകുലിനെ മോഹിപ്പിച്ചിട്ടില്ല. എങ്ങനെയും കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയാ നകുലിന്റെ ഭാര്യയാകാൻ എന്റെ മോള് സമ്മതിച്ചത്. അല്ലാതെ തന്നെ കുഞ്ഞിനെ കിട്ടിയപ്പോ അവൾ അങ്ങ് പോയി. വാക്ക് വ്യത്യാസം തന്നെയത്. എന്റെ നകുലിന് ഇപ്പൊ കുഞ്ഞിനെ തിരക്കി ഓട്ടവാ. അവനെ ഫോണിൽ പോലും കിട്ടുന്നില്ല. ഒക്കെ നിങ്ങൾ കാരണമാണ്. നിങ്ങൾ എന്റെ ഭർത്താവിന്റെ ജീവിതം തെളിച്ചു. നിങ്ങളുടെ മോൾ എന്റെ മോന്റെ. മാർക്കറ്റിൽ നിന്ന് ഇവിടെ വരെ വരാൻ അവന് 20 രൂപ വേണം പോലും. മിനിമം ചാർജ് ആണ് അത്രയും മിനിമം ചാർജ്. ഈ പൂക്കോട് രാഘവന്റെ മിനിമം ചാർജ് ഞാനാ തീരുമാനിക്കുന്നത്. 10 രൂപ അത് മതി. എടി നീ എന്തിനാടി പൂങ്കണ്ണീര് ഒലിപ്പിക്കുന്നത്? ആടവ് അല്ലാതെന്താ? നമ്മുടെ കുടുംബം തകർത്തതേ ഇവരുടെ മോളുവാണെന്ന് പറഞ്ഞതിനാ. എടി ഒരുമ്പട്ടവളെ അനാവശ്യം പറഞ്ഞ കൊന്നുകളയും ഞാൻ. എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നത്? നിങ്ങളും പറയാറുള്ള കാര്യം തന്നെയല്ലേ ഇത്? നകുലം വന്ന നിങ്ങളെ കൊല്ലുമെന്ന് ഇന്ന് രാവിലെ കൂടി നിങ്ങൾ പറഞ്ഞതല്ലേ? എല്ലാത്തിനും കാരണക്കാർ സീതയാണെന്നും പറഞ്ഞ് വീട്ടിൽ കിടന്ന് തുള്ളുകല്ലായിരുന്നോ? എന്റെ സഹോദരിയും മകളെയും പറ്റി ഞാൻ പലതും പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അതൊക്കെ കേട്ടിട്ട് നീയോ നിന്റെ മോളോ ഇവളുടെ അടുത്ത് പോരെടുക്കാൻ വന്നാൽ ചവിട്ടി കൂട്ടും ഞാൻ. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ഒക്കെ കേൾക്കണ്ടവളാ ഞാൻ കേട്ടോളാം. നീ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നുണ്ടാ ഇവള് നിന്റെ തലയിൽ കയറാൻ വരുന്നത്. മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞാൽ ഇവള് അടങ്ങും. നന്നായി ഉപദേശിച്ചു കൊടുക്ക്. പറ്റുമെങ്കിലേ ഒരു വെട്ടുകത്തി എടുത്ത് എന്നെ അങ്ങ് വെട്ടി കൊല്ലാൻ പറ. എടീ ഇനി ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞാൽ വെട്ടുകത്തി എടുക്കുന്നത് ഞാനായിരിക്കും. ഇല്ല, ഞാനിനി ഒന്നും മിണ്ടുന്നില്ല. നകുലം വന്ന് ചോദിക്കുമ്പോഴേ തന്നെത്താനങ്ങ് സമാധാനം പറഞ്ഞാ മതി. അന്നേരം കാണാം ആരോ ആ വെട്ടുകത്തി എടുക്കാൻ പോണെന്ന്. നകുലിന്റെ ഒരു വിവരവും ഇല്ലല്ലോ വല്യണ്ണ. കുറച്ചു മുമ്പേ വിളിക്കുമ്പോൾ ബെല്ലുണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല. പിന്നെയാ ഓർത്തത് എടുത്താൽ തന്നെ ഞാൻ അവനോട് എന്താ പറയുന്നത്. ആ നീ ഇത്തിരി ചൂടുവെള്ളം അങ്ങെടുക്കും, വല്ലാത്ത ദാഹം. ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. അമ്മ ഇപ്പൊ ഉടുപ്പ് കൊണ്ടുവരും കേട്ടാ മുത്ത്. അമ്മ ഇപ്പൊ വരും. നമുക്ക് പൗഡല്ല അതെ, കുഞ്ഞിനെ ഞാൻ പൗഡർ ഇടിച്ചോട്ടെ അപ്പച്ചമ്മേ? വേണ്ട, നീ ഇതിനെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. എന്തിനാ അപ്പച്ചമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ രവിയേട്ടന്റെ ഭാര്യയല്ലേ? ഭാര്യയോ? വേലക്കാരായി നിന്നോളാന്ന് പറഞ്ഞിട്ടല്ലേ നീ ഈ വീട്ടിൽ തിരിച്ചു കയറിയത്? അങ്ങനെ അങ്ങ് നിന്നാ മതി. അടുക്കളയെ കയറ്റാൻ കൊള്ളാത്ത ഒരു പുറം പണിക്കാരി ആ സ്ഥാനം നിനക്കൊള്ളു. എന്നായാലും വയലോരം വീട്ടിലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തേണ്ട ആളല്ലേ ഞാൻ. ഇനിയിപ്പോ അധികം വൈകാതെ അത് ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. ആൺകുട്ടി വേണമെന്നാ എനിക്ക്. സ്നേഹിക്കാനായി നമുക്ക് എല്ലാവർക്കുമായിട്ട് പെണ്ണായി ഇവളുണ്ടല്ലോ. ആ രവിയേട്ടന്റെ ആഗ്രഹവും ഇത് തന്നെ ആയിരിക്കും. കുഞ്ഞിനെ കണ്ട സീതയുടെ പോലെ തന്നെ ഉണ്ട് അല്ലേ? ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട് തമാശ പറയുകയാണോ?
ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കടി. മനസ്സ് ജന പറിച്ചു വച്ചിരിക്കുന്നത് പോലെ ഇവളിരിക്കുന്നത്. ആണോ? അപ്പച്ചമ്മേ, സീതേടത്തി, എന്റെ കുഞ്ഞ് സിജനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ഇവള് കുട്ടിമണിയുടെ കുഞ്ഞാണെന്നോ അതോ ഞാൻ വഴി പിടിച്ചവളാണെന്നോ? മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ അപ്പച്ചമ്മ എന്താ ഉദ്ദേശിച്ചത്? ഒരു രക്തബന്ധമില്ലാതെ എങ്ങനെ എന്റെ കുഞ്ഞിന് സിജന്റെ ഛായ കിട്ടുന്നത്? പോട്ട് സീതേടത്തി, വിട്ടേക്ക്. അപ്പച്ചമ്മയ്ക്ക് നാവ് പിഴച്ചതാണെന്ന് കരുതിയാ മതി. നാവ് പിഴച്ചതൊന്നുമല്ല, നീ എന്നെ ചതിച്ചതാടി ഭദ്രകാളി. ഞാനോ? കുഞ്ഞിന് സിജന്റെ ചായ ഉണ്ടെന്ന് ഞാനൊന്നുമല്ലോ പറഞ്ഞത്. നിന്റെ വെളച്ചിലും വേഷം കെട്ടിലും എന്നോട് വേണ്ട. ഒന്ന് നിർത്തപ്പച്ചമ്മ. എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ ഇവളോട് ദേഷ്യപ്പെടുന്നത്? അപ്പൊ ഡ്രാമ കളിക്കുന്നത് ഇവള് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും. ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ബാലേട്ടൻ ഇവളെ എടുത്ത് സിജന് കൊടുത്തു. അതോടെ നിങ്ങളെല്ലാം അങ്ങ് തീർച്ചപ്പെടുത്തി ഇവള് കുട്ടുമണിയുടേതാണെന്ന്. ഇവളെ തിരിച്ചു തന്നപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു സ്വന്തമാക്കാൻ അർഹതയില്ലാത്തതുകൊണ്ട് സിജൻ എങ്ങനെ ചെയ്തെന്ന്. അതിനു പകരം സിജൻ എന്തോ മഹാത്യാഗം ചെയ്ത പോലെ ഇവിടെ ഉള്ളവരൊക്കെ പെരുമാറുന്നു. സീതെടുത്ത് വിഷമിക്കാതെ, എനിക്ക് സങ്കടം വരുന്നു. സങ്കടം വരുന്നെങ്കിൽ എല്ലാരോടും വിളിച്ചു പറ നേരത്തെ പറഞ്ഞതൊക്കെ കളവായിരുന്നു എന്ന്. അല്ലാതെ ഈ പ്രശ്നം തീരില്ല ഇവിടെ. അത് പിന്നെ ഞാൻ എനിക്കൊന്നും അറിയില്ല, അറിയാൻ വേണ്ട. ഈ കുഞ്ഞുമണി ഈ കുടുംബത്തിൻ്റെതാ. അപ്പച്ചമ്മയെന്നല്ലാതെ അമ്മയെന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മുമ്മയെന്ന് വിളിക്കാൻ എനിക്ക് ഒന്നിനെ തന്നല്ലോ ദൈവം. അതാരുടേതായാലും എനിക്ക് സങ്കടവും ഇല്ല. അപ്പച്ചമ്മയ്ക്ക് സങ്കടമായി ചെയ്തെടുത്തി. എന്റെ മോളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ എനിക്ക് സഹിക്കില്ല, പറയുന്നത് ആരാണെങ്കിലും. അപ്പച്ചമ്മ, എന്താടി? എനിക്ക് തെറ്റുപറ്റി പോയതാ. കുഞ്ഞ് സീതയെടുത്തെ പോലെയാണെന്ന് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. മനസ്സിന്റെ ഛായ തന്നെയാ കുഞ്ഞിന്. ആ അതേന്ന്, മനസ്സിന്റെ ഛായ തന്നെയാ, ഉറപ്പാ. ആ എത്രേ? 40 രൂപ. സീതേടത്തി, എന്താണ് വീട്ടാ? എന്താ വിളിച്ചേ? സീതേടത്തി എവിടെ? അത് അപ്പച്ചിയമ്മ എന്തോ പറഞ്ഞു. അപ്പോ അതിന്റെ സങ്കടം കാരണം കുഞ്ഞിനെയും കൊണ്ട് മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുക. അപ്പച്ചമ്മ സീതേടത്തിയെ സങ്കടപ്പെടുത്തിയതോ? അപ്പച്ചിയമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം പറഞ്ഞു പോയതാ. പാവം രവിയേട്ടനതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. വീട്ടിലെ പെണ്ണുങ്ങൾ തമ്മിൽ ഇങ്ങനെ പല വിഷയങ്ങളും നടന്നിരിക്കും. അതൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, സീതയെടുത്തോട് രവിയേട്ടൻ എന്താ പറയാൻ വന്നേ? അപ്പച്ചമ്മേ, ബാലേട്ടനെ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പോവാ. ദൈവമേ, ഈശ്വരന്മാരെ കാത്തു. എന്റെ പ്രാർത്ഥനയുടെ ഫലം അതൊക്കെ. വയലൂരും വീട്ടില് സ്നേഹമായിട്ട് കഴിഞ്ഞവരെയൊക്കെ പിരിച്ചവളാ ഞാൻ. ഈ 2ാം ജന്മത്തിലെങ്കിലും എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടത് എന്റെ കടമയാ. എല്ലാരെയും കൂടി ചേർത്ത് നിർത്തുന്നത് നിന്റെ കടമയായിട്ടാണോടി? ഇത്തിരി മുമ്പേ നീ എന്നെ സീതയും കൂടി തെറ്റിക്കാൻ ശ്രമിച്ചത്. അയ്യോ, ഞാൻ തെറ്റിക്കാൻ ശ്രമിച്ചെന്നോ? ഇങ്ങനെയൊന്നും പറയരുത് അപ്പച്ചമ്മ. ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്നെ അംഗീകരിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് കേട്ടോ, അതെനിക്ക് സഹിക്കത്തില്ല. അതെ അപ്പച്ചമ്മേ, തർക്കം മതി. വയ്യാതിരിക്കുന്ന ബാലേട്ടൻ കൂടി നാളെ ഇവിടെ എത്തുക. അറിയാലോ, മനോനില തെറ്റി ഒരു നിമിഷത്തെ അവിവേക ബാലേട്ടനെ ഈ സ്ഥിതിയിലെത്തിച്ചത്. എല്ലാവരും കൂടി ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് വഴക്കുണ്ടാക്കി വീണ്ടും ബാലേട്ടനെ ശിക്ഷിക്കരുത്. ഇല്ല മക്കളെ,
അപ്പച്ചമ്മ ഒരു വഴക്കിനും ഇല്ല. നമ്മുടെ ബാലനെ പഴയ ആരോഗ്യത്തോട് കണ്ടാ മതി എനിക്ക്. ആ, ഏത് രോഗത്തിനുള്ള ഏറ്റവും നല്ല മരുന്ന് സ്നേഹവും കാരുണ്യവും അപ്പച്ചിയമ്മ. നമ്മൾ നന്നായിട്ട് പരിചരിച്ച പഴയ ബാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടും. സീതയിടത്തേക്ക് കുഞ്ഞിന്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കാൻ തന്നെ സമയം തികയുന്നില്ല. അതുകൊണ്ട് ബാലേട്ടനെ ഞാൻ ശുശ്രൂഷിച്ചോളാം. അതെന്റെ അവകാശം അപ്പച്ചിയമ്മ. ബാലേട്ടൻ നാളെ മടങ്ങി വരുന്ന കാര്യം അറിയുമ്പോ സീതയിടത്തേക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പച്ചിയമ്മ തന്നെ പോയി വിവരം പറയും. മൂദേവി, നീ കാരണം എന്നോട് പിണങ്ങിയല്ലേ അവള് വാതിലടച്ചിരിക്കുന്നത്? എന്തിനാ അപ്പച്ചമ്മ ഈ വീട്ടിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയി ഐശ്വര്യം വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. സീതയെടുത്തി വന്നു, കുഞ്ഞു വന്നു, നാളെ ബാലേട്ടനും വരുന്നു. ഇനി വരാനുള്ളത് വയലോരം വീടിന്റെ മഹാലക്ഷ്മിയാ, നമ്മുടെ കുട്ടിമണി. ഈ സമയത്ത് ഐശ്വര്യം കേട്ട വാക്കുകൾ പ്രയോഗിക്കുന്നത് ശരിയല്ല അപ്പച്ചമ്മ. ഇനി ഒരു വഴക്കിനുമില്ലാന്ന് അപ്പച്ചമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ക്ഷമിക്കും മക്കളെ, അറിയാതെ വായിന്ന് വീണുപോയതാ. ഇനി ഞാൻ സൂക്ഷിച്ചോളാം. കണ്ടു രവിയേട്ടാ, അപ്പച്ചമ്മയ്ക്ക് വിഷമമായി. ഇങ്ങനെയൊന്നും അപ്പച്ചമ്മയോട് പറയരുത് കേട്ടോ. എനിക്ക് വിഷമമൊന്നുമില്ല, നീ കൈവിട്. അപ്പച്ചമ്മ സീതയെടുത്തിയുടെ അടുത്തേക്ക് ചെല്ല്. ബാലേട്ടൻ വരുന്ന വിവരം അറിയുമ്പോ സീതയെടുത്തേക്ക് അപ്പച്ചമ്മയുടെ ഉള്ള എല്ലാ പിണക്കങ്ങളും മാറും. ശരി. കണ്ടില്ലേ, ഇങ്ങനെ ഞങ്ങള് പെണ്ണുങ്ങള് കുടുംബത്തിനകത്തുള്ള വഴക്കുകൾ സോൾവ് ചെയ്യുന്നത്. പക്ഷേ രവിയേട്ടന്റെ ഒരു വർത്തമാനം അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ. അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എന്നെ സപ്പോർട്ടും ചെയ്തു. പക്ഷേ പടിയിറങ്ങിപ്പോയ ഐശ്വര്യം തിരിച്ചു വരുന്ന കാര്യം അപ്പച്ചമ്മയോട് പറഞ്ഞല്ലോ. കുഞ്ഞും സീതയെടുത്തിയൊക്കെ വന്ന കാര്യം രവിയേട്ടൻ പറഞ്ഞു. പക്ഷേ എന്നെ മറന്നു. ആ സാരമില്ല, അഗ്നിപരീക്ഷണങ്ങൾ ഇനിയും മുമ്പിൽ കിടക്കുവാണെന്നോർത്ത് ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. ബാലന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? മതികല പിന്നെയും വയലോരം വീട്ടിലേക്ക് കയറി വന്ന് എന്തിനാണെന്ന് കണ്ടുപിടിച്ചോ? ആ ശരി ശരി, ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കും. ഒടിഞ്ഞു മടങ്ങി ആശുപത്രി കിടക്കുന്ന നിന്റെ മരുമകനുണ്ടല്ലോ ബാലൻ, അവനെ നാളെ ആശുപത്രിയിൽ നിന്ന് കെട്ടിയെടുക്കുക വയലോരം വീട്ടിലേക്ക്. അപ്പോ അവന്റെ പരിക്കുകളൊക്കെ പുറത്തവല്ലേണ? പുറത്തത് തന്നെ. എടി, വയലോരം വീട്ടിലെ കിണർ പണ്ടേ ഫേമസാണ്. കൊടിയ വരൾച്ച വന്നാൽ കിണറിലെ വെള്ളം വറ്റില്ല എന്ന് വച്ചാ അത്രയ്ക്കുണ്ട് ആഴം. അതിനകത്തേക്കാ ബാലൻ ചാടിയത്. പണ്ട് ആ പൊട്ടിപണി അവളുടെ തന്തയെ തള്ളിയിട്ടതല്ലേ, ശവമാ കിട്ടിയത്. ഇവൻ പിന്നെ ചത്തില്ല എന്നേ ഉള്ളൂ. ചത്തതിന് സമമായിരിക്കും ഇനിയുള്ള ജീവിതം. ഇങ്ങനെയൊന്നും പറയാതെ വല്യണ്ണ, എത്രയൊക്കെ ആയാലും നമ്മുടെ സീതയുടെ ഭർത്താവല്ലേ. ഭർത്താവ്? ദേ, എന്റെ വായിന്നൊന്ന് കേൾക്കട്ടെ, മിണ്ടാതിരുന്നു. ജീവിതകാലം മുഴുവൻ കട്ടിൽ കിടക്കുന്ന അവനെ നോക്കി കരഞ്ഞു കഴിയാനായിരിക്കും നിന്റെ മോളുടെ വിധി. അമ്മാവനും അമ്മാവന്റെ മോനും അവൾക്ക് വെറുതെക്കാരാണല്ലോ. ആ നകുലിനൊന്നിങ്ങ് വന്നോട്ടെ, എന്നെ അവൻ കൊല്ലുമായിരിക്കും. അത് കഴിഞ്ഞാൽ അവൻ ആദ്യം തീർക്കുന്നത് ബാലനെന്ന മാംസപിണ്ഡത്തെ ആയിരിക്കൂടി. ഇങ്ങനെ പിടിച്ച് തൊണ്ടക്കുഴിയിലൊന്ന് അമർത്തിയാൽ ഒന്ന് പിടയാൻ പോലും ആവാതെ തീരും അവൻ. അവളിനൊരു കോഴിക്കുഞ്ഞിനെ കൊല്ലുന്ന പോലെയുള്ളൂ ബാലൻ. അല്ല വനജെ, നകുലൻ വരുന്നതുവരെ നോക്കി നിൽക്കാതെ ഞാൻ തന്നെ ബാലനെ അങ്ങ് തീർത്താലും. ആ കുറേ കാലം ജയിലിൽ കിടക്കണമായിരിക്കും. ആ സാരമില്ല. പൂക്കോട് രാഘവൻ പൂജപ്പുര മുതൽ അങ്ങ് കണ്ണൂർ വരെയുള്ള ഒരുപാട് ജയിലുകൾ കണ്ടവനാ. വെറുതെ എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി വല്യണ്ണൻ ഓരോന്ന് പറയുക. വയ്യാതെ കിടക്കുന്ന ബാലനെ കൊന്നിട്ട് ജയിലിൽ പോയാ വല്യണ്ണൻ എന്ത് കിട്ടാനാ? കെട്ടുപടി എനിക്ക് വേറൊന്നുമല്ല, എന്റെ ജീവൻ തന്നെ. കുറഞ്ഞതാ ബാലനെങ്കിലും തട്ടിയെന്നറിഞ്ഞാൽ നകുലിന് തോന്നും, ആ അവന്റെ അച്ഛൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്ന്. ആ അതിന്റെ പേരിൽ അവ എന്നെ വെറുതെ വിടുമല്ലോ.
ബാലന്റെ കാര്യം എന്തായാലും പോക്ക. അയ്യോ വല്യണ്ണ. നകുലം കൊല്ലണോ ഞാൻ കൊല്ലണോ എന്ന് മാത്രം തീരുമാനിച്ചാ മതി. ആ ഞാൻ പോവാ. കട കയ്യേറി സാധനങ്ങളെല്ലാം വിറ്റതിന് എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് നിന്റെ മോളും ആ രവിയും പലയിടത്തും പറഞ്ഞു കിടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. ആരാ പാഠം പഠിക്കുന്നത് നമുക്ക് കാണാം. നീ വല്ലതും കഴിച്ചിട്ട് കിടന്നു. കഞ്ഞി വല്യണ്ണനും കൂടി വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ എന്തിനടി കൂടുതൽ അരി ഇട്ടത്? ഓരോ അരിമണി ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് നിനക്കറിയാമോ? ആ അറിയില്ല. നിനക്കും അറിയില്ല, എൻ്റെ ഭാര്യയ്ക്കും അറിയില്ല. തിന്നു കൊഴുത്ത് ഞെളിഞ്ഞടക്കാൻ മാത്രം അറിയാം. ആ ഇനിയിപ്പം ഞാൻ കഞ്ഞി കുടിക്കാത്തതിന് നീ നിന്ന് കരയണ്ട. ആ വിളമ്പ്, കുടിച്ചിട്ട് പോകാം. എടീ, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? കുഞ്ഞിന്റെ തുണികൾ മാത്രമേ നനച്ചുള്ളൂ അപ്പച്ചിമ്മേ. ബാക്കിയെല്ലാം ഉടനെ തന്നെ നനയ്ക്കാൻ ആ, കേട്ടോ. തൽക്കാലം നിന്റെ ജോലിയൊക്കെ അവിടെ നിൽക്കട്ടെ. ബാലൻ വരാറായി. അവൻ നിന്നെ തൽക്കാലം കാണാൻ പാടില്ല. ബാലേട്ടൻ എന്നെ കണ്ട എന്താ കുഴപ്പം? ബാലേട്ടനെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ? വേണ്ട, നിന്നെ കണ്ട ചിലപ്പോ സമനില തെറ്റി അവൻ വല്ലതും ചെയ്തു പോകുമെന്ന ബാലൻ ഇന്നലെ രാത്രി രവിയോട് പറഞ്ഞത്. എന്നിട്ട് രവിയേട്ടൻ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. അവന് നിന്നോട് പറയാൻ മടിയുണ്ട്, അതാ എന്നെ പറഞ്ഞേൽപ്പിച്ചത്. ബാലന് നീ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെന്നറിഞ്ഞപ്പം നിന്നെ ഇവിടെ നടിച്ചിറക്കാന്നാ ഞാൻ പറഞ്ഞത്. പക്ഷേ അവന് സഹതാപം. നിന്നോട് സ്നേഹമൊന്നും ഇല്ലെങ്കിലും വെറുക്കാൻ പറ്റുന്നില്ല എന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞത്. നീ ബാലന്റെ കൺവെട്ടത്തൊന്നും ചെന്ന് പെടണ്ടെന്ന്. മനസ്സിലായോ? എടി, മനസ്സിലായോന്ന്? ആ മനസ്സിലായി അപ്പച്ചമ്മേ. ഇവിടുത്തെ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, നീ അടുക്കളപ്പുറത്തോട്ടിയല്ലേ, രാത്രിയാവുന്നവരവിടെ നിൽക്കും. അയ്യോ, അല്ല ബാലേട്ടന് വയ്യാത്തതല്ലേ അപ്പച്ചമ്മേ? എന്തായാലും മുറിയൊന്നും കയറി പരിശോധിക്കാനൊന്നും പോകുന്നില്ല. ഞാനിവിടെ അകത്തെവിടെയെങ്കിലും കയറി ഇരുന്നോളാം. നല്ല മഴക്കാറും ഉണ്ട്. മഴ പെയ്താ ഞാൻ നനയില്ലേ? നനയണോടി, നീ നനയണം. ഇടിയും കൂടി വെട്ടി പെയ്യണേ എന്റെ ഭഗവാനെ. ചെയ്തു കൂട്ടിയ ദുഷ്ടതരങ്ങൾക്ക് നിന്റെ നെറുകന്തലിൽ തന്നെ വെട്ടണം. ഇനി ഇങ്ങനെ ഒന്നും സംസാരിക്കരുതെന്ന് രവിയേട്ടൻ ഇന്നലെ പറഞ്ഞതല്ലേ? അതൊക്കെ രവിയുടെ മുമ്പിൽ മാത്രം. അവൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അത് മുതലെടുക്കാമെന്ന് നീ കരുതണ്ട. എന്നാലും എന്റെ മഴ നനയ്ക്കല്ലേ അപ്പച്ചിയമ്മ, പ്ലീസ്. ഞാൻ അടുക്കളയിലോ ഡൈനിങ് റൂമിലോ എവിടെയെങ്കിലും ബാലേട്ടൻ കാണാതെ ഒളിച്ചിരുന്നോളാം. അടുക്കളയിലെങ്ങാനും കേറിയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എല്ലാവർക്കും ഉള്ള ആഹാരത്തിൽ കാള കൂടെ വിഷം ചേർക്കാൻ പോലും മടിക്കാത്തവളാണ്. ഈ പറഞ്ഞ സ്ഥലത്തൊന്നും നിന്നെ ഇരുത്താൻ പറ്റില്ല. എങ്കിൽ പിന്നെ അപ്പച്ചിയമ്മ തന്നെ പറ, എവിടെ ഇരിക്കണം ഞാൻ? ആ വാ, നിനക്കുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. വാ, ഇങ്ങോട്ട് വാടി. വാ ബാലേട്ട, പതുക്കെ. വിശേഷങ്ങളൊക്കെ അങ്ങകത്ത് ചെന്നിരുന്നൊക്കെ പറയാം. അവള് പോയോ?
ആര്? ഈ വീടിനെ ബാധിച്ച രാഹു. മതികളുടെ കാര്യം ഞാൻ ചോദിച്ചത്. രവി വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവൾ പോകാന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. മക്കള് വാ. ഇല്ല, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഉറപ്പാക്കിയിട്ടേ ഞാൻ ഈ വീട്ടിലോട്ട് കയറും. ഇങ്ങനെ വാശി പിടിക്കല്ലേ ബാലേട്ട, അകത്തോട്ട് കയറി വാ. കയറില്ല ഞാൻ. സർവനാശത്തിനും കാരണക്കാരിയായ അവളുള്ളിടത്ത് ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. അപ്പച്ചമ്മയാണ് പറയുന്നത്. മക്കള് വന്ന് വയ്യാതിരിക്കല്ലേ, മുറ്റത്തുനിന്ന് വന്ന് കയറാതിരുന്നാൽ എങ്ങനാ? അവളെ പറഞ്ഞ് വിട്ടോളാം ഞാൻ. ദുർവാശി കാണിക്കാതെ അകത്ത് കയറിയിരിക്കും. ബാല, ദേ ഞാനൊരു വയസ്സനാ. എനിക്ക് നിന്നെ എങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കാനുള്ള കരുത്തില്ല. വാ വാ ബാലേട്ട, വാ വാ മോനെ. വാ, പിടിക്കും. ബാലേട്ടൻ കുഞ്ഞിനെ ഒന്ന് നോക്കിയത് പോലും ഇല്ലല്ലോ. സാരമില്ല മോളെ, നീ വാ. ആ, അത് നന്നായി. കാലുയർത്തി വെച്ചാലേ നീര് കുറയും. ആ, ഞാനേ ആ ഓട്ടോ എന്ന് പറഞ്ഞു. കാശുണ്ടോ നിന്റെ? കയ്യിലുണ്ടോ അപ്പച്ചേപ്പ? നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഞാൻ കയറിയിരുന്നു. ഇനി നിങ്ങൾ എനിക്കൊന്ന് വാക്ക് പാലിക്കുക. അവളെ പറഞ്ഞു വിട്. അപ്പച്ചിയമ്മ പോയി പറ അവളോട് ഇറങ്ങി പോവാൻ. പറയാം മക്കളെ, പറയാം. ഞാൻ പോയി പറയാം. ബാലേട്ട, നമ്മുടെ മോളെ കണ്ടില്ലേ? ദേ, നമ്മുടെ മോള്. ബാലേട്ടൻ എന്താ ഇവളെ നോക്കാത്തെ? മനസ്സിലായി. ഇപ്പോ ബാലേട്ടന് എന്നെ നമ്മുടെ കുഞ്ഞിനെ വേണ്ടാതായോ? ബാലേട്ട, അയ്യോ, അവളെ അവിടെയൊന്നും കാണുന്നില്ല ബാല. അവള് പോയി. പോയെന്നോ? ആ, അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ബാധയല്ലല്ലോ ഇത്. എന്നെ പറ്റിക്കണം. അല്ല അല്ല മക്കളെ, അടുക്കളപ്പുറത്തും മുറ്റത്തും ഒക്കെ ഞാൻ നോക്കി. പോയി കാണും ബാല. എന്താ പ്രശ്നം എടാ, അപ്പച്ചേപ്പ? നമ്മൾ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാതിരുന്ന മതികല പോയി. പോയോ? എന്തായാലും ഞാൻ ബാലിന് കിടക്കാനുള്ള മുറി ശരിയാക്കട്ടെ. അധികം നേരം ഇരുന്നാ ക്ഷീണിക്കും. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? എന്റെയും കൂടി വീടല്ലേ അപ്പച്ചിയമ്മ ഇത്. ഇവിടുത്തെ ഗൃഹനാഥൻ ഒരുപാട് കാലത്തെ ചികിത്സ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ റൂമൊക്കെ ഒരുക്കിയിടേണ്ടത് എന്റെ കടമയല്ലേ? ബാലന്റെ കൺവെട്ടത്ത് പെട്ടുപോകരുതെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ കയറിയത്? സഹജീവികളോടുള്ള കരുണയുടെ കാര്യത്തില് നിങ്ങളെയൊക്കെക്കാൾ എല്ലാം മുമ്പിലാ ബാലേട്ടൻ. ബാലേട്ടന്റെ സ്നേഹത്തണലിൽ ഇവിടെ കഴിയുന്ന നിങ്ങളൊക്കെ എനിക്ക് മാപ്പ് തന്നില്ലേ? ബാലേട്ടനും എന്നോട് പൊറുക്കും അപ്പച്ചിയമ്മേ. ആരാടി നിനക്ക് മാപ്പ് തന്നത്? ആരും ഒന്നും പൊറത്തിട്ടില്ല, പൊറുക്കാൻ പറ്റത്തുമില്ല. ശാരദയ്ക്ക് ജീവനായിരുന്നു ബാലന്. അവന് തിരിച്ചു അങ്ങനെ തന്നെ. അമ്മയുടെ കൊലയാളി ഈ വീട്ടിലുണ്ടെന്നറിഞ്ഞ എന്റെ കുഞ്ഞിന് സഹിക്കാൻ പറ്റത്തില്ല. നിന്നെ പടിയിറക്കിയിട്ട് അകത്തേക്ക് കയറുന്ന വാശിയിലായിരുന്നു അവൻ. ഒരു കണക്കിനാ പിടിച്ച് അകത്തിരുത്തിയത്. നീ ഇവിടെ നിറങ്ങി പോയേ പറ്റൂ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ പോകേണ്ട സ്ഥലം കൂടി നിങ്ങൾ കാണിച്ചു തരേണ്ടി വരും അപ്പച്ചമ്മ. ഇത്രയും കാലം എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു.
എന്റെ എന്റെ ചങ്ക് പറിച്ചു കാണിച്ചിട്ടും അത് ചെമ്പരത്തി പൂവാണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ആ, ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. ബാലേട്ടൻ കാണിച്ചു തന്ന വഴി. ഈ ഇവിടുത്തെ വയലോരം വീട്ടിലെ കിണറിന് നല്ല ആഴമുണ്ടല്ലോ അല്ലേ? വേനൽക്കാലത്ത് വെള്ളം കുറവായതുകൊണ്ടാ ബാലേട്ടൻ രക്ഷപ്പെട്ടത്. പക്ഷെ ഈ മഴക്കാലത്ത് ഒരു രക്ഷപ്പെടലിന് സാധ്യത തീരെയില്ല. അഗ്നിസാക്ഷിയായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്ന മതികല ഇവിടുത്തെ ജലം കൊണ്ട് തന്നെ മരിക്കട്ടെ. ഇല്ലടി, ഇവിടത്തെ കിണർ അശുദ്ധമാക്കാൻ നിന്നെ അനുവദിക്കില്ല ഞങ്ങള്. അത് തീരുമാനിക്കേണ്ടത് ബാലേട്ടനാ. ഇത്തിരി പഴഞ്ചോറും കഴിച്ച് ഒരു മൂലയ്ക്ക് ചുരുണ്ട് കൂടിക്കൊള്ളഞ്ഞ് അതിനുള്ള അനുവാദമെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ കിണറ്റ് ചാടിയായിരിക്കും ഞാൻ. നോക്കിക്കോ. നീ ബാലിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ മതികലെ. അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുക അവൻ. പരസഹായം ഇല്ലാതെ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പോലും ആവില്ല പാവത്തിൽ. അരുതാത്തതൊക്കെ പറഞ്ഞ് അവനെ പിന്നെയും ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനിവിടെ തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായിട്ടാ അപ്പച്ചമ്മ എന്നോട് ഇത്ര സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നത്. അതെന്റെ ഗതികേടാ. ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ശത്രുവിന്റെ കാല് പിടിക്കാൻ പോലും മടിയില്ല എനിക്ക്. അയ്യോ, അപ്പച്ചമ്മ എന്നെ ശത്രുവായിട്ട് കാണണ്ട, കാല് പിടിക്കണ്ട. ബാലേട്ടനോട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊന്നും പറയുന്നില്ല. പകരം ഞാൻ കാല് പിടിക്കാം. എന്നെ കൂടി ഈ കുടുംബത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കേണ അപേക്ഷിക്കാം. എന്നിട്ടും അവ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങിക്കൊള്ളാം. പോവാം ബാലേട്ടൻ്റെ അടുത്തേക്ക്. വാ.